ആറും വൈബിന്റെ പിറകിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു നാടുണ്ട്. ഇവിടുത്തെ ഓരോ കാട്ടിനുമുണ്ട് അത്തറിന്റെ മണം, ഓരോ കാട്ടിനുമുണ്ട് സ്നേഹത്തിന്റെ മണം. അതെ, നൈഫ് എന്നൊരു വികാരം. ഫിൽത്തെ വൈബിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ഏത് രാത്രിയിൽ ചെന്നാലും നിങ്ങൾക്ക് തറാവി നിസ്കാരം ജമാഅത്തോടു കൂടി നിസ്കരിക്കാം. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യ തറാവിക്ക് ശേഷം ഏകദേശം 9:30 മണിയാകുമ്പോൾ പട്ടാണിപ്പള്ളിയിൽ രണ്ടാമത്തെ തറാവി തുടങ്ങും. കഴിഞ്ഞതിന് ശേഷം 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഇഫിലെ ഖുറൈർ മസ്ജിദിൽ തറാവി നമസ്കാരം ജമാഅത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു നാട്, അതും ഓരോ മണിക്കൂറും ഇടവിട്ട് തറാവി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു നാട് വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മുർസലകളുമായി നമസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ, ഇതല്ലേ റമളാനിലെ ശരിക്കുമുള്ള വൈബ്. ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ വൈബ്. തറാവി എല്ലാം കഴിഞ്ഞിട്ട് ഇച്ചുബായിന്റെ അടുത്ത് ടീ പബ്ബിൽ പോയിട്ട് ഒരു ചായ കുടിച്ചാലേ സമാധാനാവും. തറാവി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ടീ പബ്ബ് ഇച്ചുബായിന്റെ അടുത്ത് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ റാഹത്താന്നില്ല. ഇച്ചുബായി എന്തിന്റെ ഒരു ഗുഡ്നെസ്, എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ചായ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. പക്ഷെങ്കിൽ ടീ പബ്ബിലെ ചായ അതെന്ന് വെച്ചാൽ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചായയാണ്. പോരാത്ത മുഹബത്താണ്. ചായ എല്ലായിടത്തും കിട്ടൂല, നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഈ ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് ഇതാ ഇന്നാ കുടിച്ച പൊരേന്ന് ഉമ്മ തരുന്ന പോലെ തരുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്. അതാണ് ടീ പബ്ബിന്റെ വേറെ പ്രത്യേകത.